മോളെ ചിന്നു, ആളെവിടെ? മഹിയെയാണോ തിരക്കുന്നേ? മഹി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു മോളെ. മയക്കം തെളിഞ്ഞ് നീ കണ്ണു തുറന്നിട്ടേ പോവുള്ളൂന്ന് വാശി പിടിച്ചതാ. 2-3 ദിവസങ്ങളായി ഊണും ഉറക്കവും ഇല്ലാതെ ഇവിടെ തന്നെ നിന്നതല്ലേ. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടതാ. മഹി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നീ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. ആർക്കും ഇല്ലാത്ത ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു നിന്റേത്. 1 മണിക്കൂറിനുള്ളിൽ അതിവിടെ എത്തിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ നിന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞങ്ങൾ കരുതി. പക്ഷെ പ്രതീക്ഷ കൈവിടാതെ മഹി ഏറെ പണിപ്പെട്ട് കൃത്യസമയത്ത് നിനക്ക് ആവശ്യമുള്ള രക്തം ഇവിടെ എത്തിച്ചു. സാറിനെ എനിക്കൊന്ന് കാണണം. ഞാൻ എന്തായാലും ഇപ്പം വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പോയി മഹിയോട് വരാൻ പറയാം. ആ, നീ മയക്കം വിട്ടുണർന്ന കാര്യം മഹിയെ അറിയിക്കട്ടെ. വിവരം അറിഞ്ഞ മഹി ആ നിമിഷം ഇവിടേക്ക് വരുന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. അവിടെ എന്റെ മുറിയിലൊരു ഡയറി ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തോണ്ട് വരാവോ? ഞാൻ പോകുമ്പോ ഡയറി എടുത്തോണ്ട് വരാം. ഞാൻ മഹിയെ ഒന്ന് വിളിക്കട്ടെ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. മാഷിനോടുള്ള കടപ്പാട് ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് വീട്ടാനും പറ്റില്ല. എനിക്കറിയാം എന്നെ ഇഷ്ടമാണെന്ന്. അതിനേക്കാൾ 1000 ഇരട്ടി ഇഷ്ടമാണ് എനിക്കെൻ്റെ മാഷിന്. ചിന്നു, I love you, ചിന്നു.